ഇവിടെ നോക്കിക്കേ, അവിടെ ഓരോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ റോഡിലൊക്കെ നല്ല ട്രാഫിക്കാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ ഈ റോഡ് പണി നടക്കുമ്പോൾ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെയൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് ഈ പരിപാടികൾ. എന്തൊക്കെയോ പണികളൊക്കെ, റോഡ് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വലിയൊരു ക്രെയിനൊക്കെ വന്ന് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഓരോ പണികൾ നടക്കുന്നുണ്ട്. അതിലൊരു റോഡ് പോകുന്നുണ്ട് ഇവിടെ, ഈ മതിൽ പോലെ കെട്ടിയിട്ടില്ലേ. കുറച്ച് നേരത്തേക്ക് നല്ല ട്രാഫിക് ആയിരുന്നു. ഈ സൈഡിൽ നോക്കിക്കേ ട്രാഫിക് ഉണ്ട്. പിന്നെ രാവിലെ വൈകിട്ടും അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടാവും. കാരണം എല്ലാവരും ജോലിക്ക് പോണ സമയം, ജോലി കഴിഞ്ഞ് വരുന്ന സമയമൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയമൊക്കെ ആയിരുന്നാലും നല്ല ട്രാഫിക് ഉണ്ടാവും. ഈ സൈഡിൽ നോക്കിക്കേ എന്ത് ട്രാഫിക്കാന്ന് നോക്കിക്കേ. ഇപ്പോൾ ഇവിടെ സമയം ഇപ്പോൾ 6:45 ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഈ സൈഡ് നല്ല ട്രാഫിക്കാണ്. ഞങ്ങളുടെ സൈഡിൽ ആദ്യം ട്രാഫിക് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളുടെ സൈഡിൽ ട്രാഫിക് മാറി. പക്ഷേ ഈ സൈഡിൽ നോക്കി അപ്പൊ ഇന്ന് നമ്മള് നിയയുടെ അടുത്തേക്ക് പോവാട്ടോ. നിയയുടെ വീട്ടിലേക്കാണ് പോണത്. നമ്മള് DC-യിലാണ് പോണത്. നമ്മുടെ വൈറ്റ് ഹൗസ് ഒക്കെ ഇരിക്കണുണ്ടല്ലോ, അവിടേക്ക്, നമ്മുടെ വാഷിങ്ടൺ DC-യിലേക്കാണ് പോണത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മള് വെർജീനിയക്ക് പോകും. നമ്മള് രാവിലെ നമ്മള് പോണ വഴിയാട്ടെ. ഡ്രൈവിങ് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നീയ ഡ്രൈവ് ചെയ്യും, പിന്നെ അലീന ഡ്രൈവ് ചെയ്യും, ഞാനും ഡ്രൈവ് ചെയ്യും, ഞങ്ങളെല്ലാവരും ഡ്രൈവ് ചെയ്യും. പക്ഷെ ലോങ് ട്രിപ്പൊക്കെ ആകുമ്പോൾ പോൾസേട്ടനും നീയും ഇന്ന് കൂടുതൽ ഡ്രൈവ് ചെയ്യാം. അത് അവിടെ നോക്കിക്കുക, നല്ല ഭംഗിയുള്ള പഴയ പള്ളി നോക്കിക്കുക. അതെവിടെയാ പള്ളി? അവധി. വില്യംസ് പെർമിറ്റ് അങ്ങനത്തെ നമ്മൾ കയറുണ്ടോ പോൾസേട്ടാ? Okay. In a half a mile, bear right. ഇറങ്ങി നിൽക്കുന്നത് കാണാൻ വേണ്ടി പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. ഓ ബോബിയൻ ലൈൻ മാറേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ. ഇവിടെ 2 ലൈൻ ശരിക്കും ആ കാറ് പോകുന്നത് അതിന് ലൈൻ വരച്ചിട്ടില്ലല്ലോ. ലൈനൊക്കെ ലൈനുണ്ടാ? ഇപ്പൊ കണ്ടു. ഓക്കെ. പക്ഷെ അവിടെ എത്തുമ്പോ എല്ലാരും ഒരു ലൈൻ ആക്കുന്നുണ്ട്. 2 ലൈൻ പോണെങ്കിൽ സമയം കുറെ എടുക്കും. രാവിലെ നേരമായതുകൊണ്ട് നല്ല സണ്ണിന്റെ നല്ല ക്ലിയർ വരുന്നുണ്ട്. അവിടെ നോക്കി എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിട്ട്. ആ സൺലൈറ്റ് വന്നു കഴിഞ്ഞപ്പോ നല്ല സൂപ്പർ ഭംഗി. ഇവിടെയും ഇത് നോക്കിക്കേ, നമ്മുടെ നാട്ടിലെ ആൾക്കാർ പൈസയ്ക്ക് അന്വേഷിച്ച് നടക്കുന്ന പോലെ ഒരാൾ നടക്കണം നോക്കിക്കേ. ഇവിടെയും അങ്ങനെയുള്ള ആൾക്കാരുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവർക്കൊക്കെ ഗവൺമെന്റ് പൈസ കൊടുക്കില്ലേ കുറച്ചിട്ട്? പിന്നെ ഇവർക്കൊക്കെ ഗവൺമെന്റിന്റെ പൈസയൊക്കെ കിട്ടും കേട്ടോ. എല്ലാ മാസം പൈസ കിട്ടുന്നോണം അല്ലേ? പക്ഷെ ഇവർക്ക് ഇവരുടെ പേരും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവർക്ക് ആരെ കൊണ്ട് നടക്കണേ പൈസ? നമുക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഇവിടെ ഇത്രയ്ക്ക് ഇത് വരുമാനം കുറവുള്ള ആൾക്കാർക്കൊക്കെ 62 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും പൈസ കിട്ടും. പക്ഷെ ഇവർക്ക് പക്ഷെ എനിക്ക് ചില ആൾക്കാർ ഈ കഞ്ചാവ് ഇതൊക്കെ അടിച്ചു കിടക്കുമ്പോൾ അവർക്ക് പിന്നെ അതിനുള്ള ഇതൊന്നും ഉണ്ടാവില്ല, പോയി വാങ്ങാനോ എടുക്കാനോ പിടിക്കാനോ.
ആരെങ്കിലും വാങ്ങണ്ടോ? ഇവരുടെ ആരെങ്കിലൊക്കെ വാങ്ങണുണ്ടോ? രാവിലെ നേരെ അയാൾ സ്റ്റാർബക്സിൽ നിന്ന് കോഫിക്ക് വാങ്ങിച്ചിട്ട് പോണത് കേട്ടോ. ഓൾസൈഡും സ്റ്റാർബക്സ് ഭയങ്കര വീക്ക്നെസ്. എവിടെയെങ്കിലും പോകുമ്പോൾ അവിടെ ഇറങ്ങിയിട്ട് കോഫി കുടിക്കണം. ഇപ്പം നമ്മളിവിടെ എത്തിയേക്കുന്നത് ന്യൂയോർക്കിലെ മാൻഹട്ടനിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ന്യൂയോർക്കിൻ്റെ ഹൃദയഭാഗമാണ് മാൻഹട്ടൻ. ഇതുണ്ടല്ലോ, നമ്മൾ സാധാരണ നമ്മുടെ ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാരൊക്കെ ന്യൂയോർക്ക് സിറ്റി കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ അവർ കവർ ചെയ്യും. പക്ഷെ എനിക്ക് തോന്നുന്നു ന്യൂയോർക്ക് സിറ്റിനേക്കാളും സിറ്റിയും നിറച്ചിങ്ങനെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് പുറത്തുനിന്ന് ഇപ്പോൾ ലണ്ടനിൽ നിന്നോ ഇപ്പോൾ ദുബായിൽ നിന്ന് വന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ബിൽഡിങ്ങുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയ്ക്ക് അങ്ങനെ വലിയ ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ശരിക്കും ന്യൂയോർക്കൊക്കെ കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്സ്റ്റേറ്റിലേക്കൊക്കെ പോകണം കേട്ടോ. അതിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ഭംഗിയാണെന്ന് അറിയാം. നല്ല രസം. ഇങ്ങനെ ബിൽഡിങ്ങുകളൊന്നുമല്ല, നേച്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ അതൊക്കെ നല്ല രസമായിരിക്കും. അതുകൊണ്ട് ന്യൂയോർക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇങ്ങനെ സിറ്റി മാത്രം കണ്ടിട്ട് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് തന്നെ ആൾക്കാർക്ക് ചിലപ്പോൾ അങ്ങനെ വലിയ ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എപ്പോഴും ഇങ്ങനെ അപ്സ്റ്റേറ്റിലേക്ക് ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മൾ ശരിക്കും ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ ഈ മാൻഹട്ടനൊക്കെ ആകുമ്പോൾ ഇത് നമ്മളിപ്പോൾ നേരെ പോണ വഴിയുണ്ടോ, ഇതിന് അങ്ങടും ഇങ്ങടും ഒക്കെ ആയിട്ട് കുറേ വഴികളുണ്ട് അല്ലേ കുറച്ചേ. എന്തോരം ഇങ്ങനെ ചെറിയ ചെറിയ ഈ പോക്കറ്റ് റോഡുകൾ കുറേ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഡ്രൈവ് ചെയ്ത്, കാരണം ഞങ്ങൾ ആദ്യം ന്യൂജേഴ്സിയിലായിരുന്നപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തിരിച്ചു പോകുന്ന സമയത്ത് ട്രാഫിക് ഉണ്ടാകുമ്പോഴുണ്ടല്ലോ പോൾ സൈഡ് ഇങ്ങനെ പല 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 വഴികളുടെ ഉള്ളിൽ ഇങ്ങനെ എടുക്കും. അപ്പോഴാണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുക, അയ്യോ ഇതിന് ഈ സിറ്റിയുടെ ഉള്ളിൽ ഈ മാതിരി ചെറിയ ചെറിയ പോക്കറ്റ് റോഡുകളൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഇനിയിപ്പോ എത്തിയേക്കുന്നുണ്ടല്ലോ, ഇത് ചൈന ടൗൺ എന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ ചൈനയിൽ എഴുതി വെച്ചേക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നിയയുടെ കൂടെ വന്നു കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു എന്ത് ബേക്കറിയുടെ പേര്, അലീന ഫേഡ ബേക്കറിയാ. പെണ്ണ് എക്സസൈസ് ചെയ്യണം രാവിലെ നേരം ആയതുകൊണ്ട്. എന്നിട്ട് ഇവിടെ നല്ല ബേക്കറികളൊക്കെ ഉണ്ട്. ഒരു ഫേഡ ബേക്കറി എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി ഉണ്ട്. നമ്മളന്ന് നിയയുടെ കൂടെ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ ചൈന ടൗൺ. അതുകൊണ്ട് തന്നെ നമുക്ക് ചൈനയിൽ എത്തിയ ഒരു പ്രതീതി ആയിരിക്കും. എല്ലായിടത്തും ചൈനയിൽ ചൈനീസിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചൈന ടൗൺ. അപ്പോൾ ഇവിടെ ചൈനക്കാർക്ക് വേണ്ടിയിട്ട് ന്യൂയോർക്കിൽ ഇങ്ങനെ ചൈന ടൗൺ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യക്കാർക്ക് ന്യൂയോർക്കിൽ അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടൗൺ ഇല്ല. പക്ഷെ നമുക്ക് ന്യൂജേഴ്സിയിലുണ്ട് കേട്ടോ. എഡിസൺ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. ഞങ്ങൾ ആദ്യം അവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ റോഡിന് തന്നെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ് മാറ്റിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ത്യൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുള്ള സമയത്താണ് വേറെ പേരെങ്ങാണ്ടായിരുന്നു. അതെന്നിട്ട് ഇന്ത്യൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ നിറച്ചും, പക്ഷെ കൂടുതലും നിറച്ചും ഗുജറാത്തികളാണ്. നിറച്ചും നമ്മുടെ കടകളും ജ്വല്ലറി ഷോപ്പുകളും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ന്യൂയോർക്കിൽ തന്നെ ജാക്സൺ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. പക്ഷെ അവിടെ ഇന്ത്യക്കാര് കൂടുതൽ, അവിടെ ഈ ബംഗാളികളാണ് കൂടുതൽ. അവരുടെ ആൾക്കാർക്കുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ കൂടുതലും അവരുടെ ആൾക്കാരാണ്. അങ്ങനെ അവിടെ ഞങ്ങൾ ഒരിക്കൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നോക്കി ഒരു പ്രാവ്. അപ്പം ഇത് നമ്മുടെ ചൈനക്കാരുടെ സ്ഥലമാണിത്. ശരിക്കും ഇവിടെ കടകളൊന്നും തുറന്നിട്ടില്ലല്ലോ. അല്ലെങ്കിൽ കുറച്ചും കൂടി നേരം കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ല രസമുണ്ടാവും. കടകളൊക്കെ തുറന്ന് കുറച്ചുകൂടി വെട്ടൊക്കെ വന്നു കഴിയുമ്പോഴേ ഇപ്പം ഇങ്ങനെ ആകെ ഇങ്ങനെ ഭയങ്കര കാമായിട്ടിരിക്കണേ. പിന്നെ അതെ ഇവിടെ സബ്വേന്ന് എഴുതിയേക്കണുണ്ട്. ഇതിൻ്റെ അടിയിലേക്ക് പോയിട്ടാണ് നമ്മൾ ട്രെയിനിൽ പോണത്. ഇവിടെ അങ്ങനെ പല സ്ഥലത്തുണ്ടാവും കണ്ട. അത് താഴത്തേക്ക് അതിൻ്റെ അടിയിലേക്ക് ഇറങ്ങി പോകണം. ഈ റോഡിൻ്റെ അടിയിലൊക്കെ നിറച്ചും ട്രെയിനുകൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആരെങ്കിലും ഇറങ്ങി പോകണ്ടെങ്കിൽ കാണിക്കുന്നു. അപ്പോൾ ആരും ഇറങ്ങി പോകണില്ല. ആ പുക പോണത് ആ ട്രെയിനിൻ്റെ പുക പോണതാണോ പോയിട്ട് അടിക്കോട്ട് ഇത് പോകുന്നുണ്ട്. ഹോട്ടലിലെ വേസ്റ്റ് പോണ പൈപ്പ് ചൂടാക്കണം. പോയ അതിന്റെ പുക ആണോ? അപ്പോൾ ഈ നമ്മളൊരു ടണലിലേക്ക് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പോകണം. നമുക്ക് ന്യൂജേഴ്സിയിലേക്ക് നമുക്ക് കിടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടണലിൽ കിടക്കണം അല്ലേ കൊടുത്തിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ടണലിൻ്റെ ഉള്ളിലേക്ക് ഇതാ കയറാം കേട്ടോ. അവിടെ രണ്ട് സൈഡിലും എപ്പോഴും പോലീസ് നിൽക്കും. അവിടെ ശരിക്കും നമ്മൾ കിടക്കുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ പോലീസ് പിടിക്കും. അപ്പോൾ ഇതാണ് ടണൽ. ഇത് കുറേ ഉണ്ട് കേട്ടോ ഈ ടണൽ. ഇത് കടന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂജേഴ്സി എത്തി. നമ്മൾ സെപ്റ്റംബർ 11 ആ ദിവസമൊക്കെ ഉണ്ടല്ലോ, ആ ദിവസം ഈ ടണൽ എല്ലാവരും ക്ലോസ് ചെയ്തേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ന്യൂയോർക്കിൽ നിന്ന് ആൾക്കാർക്ക് അന്ന് ന്യൂജേഴ്സിയിലേക്കൊന്നും എത്താൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര വലിയ ടണലൊക്കെ ഉണ്ടോ. അപ്പോൾ ഇവിടേക്ക് വല്ല അറ്റാക്കൊക്കെ ഉണ്ടാവും എന്ന് വെച്ചിട്ട് അന്ന്
ഇങ്ങനെ അപ്പോൾ എല്ലാ ബ്രിഡ്ജുകളും ടണലുകളും എല്ലാവരും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷെ ഭയങ്കര വലിയ ടണലാട്ടാ. ഇത് എത്ര സമയം ഉണ്ടെന്ന് അറിയാം കുറച്ചിട്ട്? ഒരു മൈല? ആ, 1 മൈൽ ഉണ്ടെന്ന് പറഞ്ഞത്. ഒരിക്കലും 1 മൈലിൽ കൂടുതലുണ്ടല്ലോ കുറച്ചിട്ട്. അത് എത്രയാണെന്ന് അറിയില്ല. അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് ടണല്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പിന്നെ ടണലുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇവിടെ ശരിക്കും നമ്മൾ ഇവിടെ ലൈൻ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിൽ വല്ല ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര പാടാണല്ലോ വണ്ടികളൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പോണ ലൈനിൽ തന്നെ പോകണം. നമുക്ക് ഈ ലൈനിൽ ആരുമില്ല, പക്ഷെ ആരും ലൈൻ ക്രോസ് ചെയ്യില്ല. ക്രോസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫൈൻ വരും. കാരണം പിന്നെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും ക്യാമറ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ ക്രോസ് ചെയ്തൊന്നും പോയില്ല. ഇതിന്റെ ചുറ്റോറും വെള്ളാട്ടോ അല്ലേ? വെള്ളല്ലേ? ഇത് വെള്ളത്തിന്റെ അടി കൂടെയാണ് ഈ ടണല് പോണത്. ഇതിന്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നത് വെള്ളത്തിന്റെ ഉള്ളിൽ ഒരു വലിയൊരു ട്യൂബ് ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കണത്. നമ്മുടെ നാട്ടിലിപ്പോ അങ്ങനെ ഏതാണ്ട് ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടില്ലേ? അതേത് ബ്രിഡ്ജ്? എന്നിട്ട് ഏതൊരു പേരുണ്ടല്ലോ. നമ്മുടെ നാട്ടിലും അങ്ങനെ ബ്രിഡ്ജുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് അതിന്റെ പേര് എന്നിട്ട് ഒരു ഇതുണ്ടല്ലോ, അത് പാറയുടെ ഉള്ളിൽ കൂടെയും കണ്ടിട്ടുണ്ടായി. എന്നിട്ട് അതിന്റെ പേര് താരങ്കാൻ തുരങ്കം. എന്നിട്ട് അതിന്റെ പേര് എന്തോ ഒരു തുരങ്കം. സത്യം പറഞ്ഞാൽ ഞാൻ പേര് ഓർക്കണില്ല. ഞങ്ങൾ പോയിട്ടുണ്ട് ആ തുരങ്കത്തിന്റെ ഉള്ളിൽ കൂടെ. അപ്പൊ ഇതിന്റെ ഈ വെള്ളത്തിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. വലിയൊരു ട്യൂബ് ഇട്ടിട്ട് അതിന്റെ ഉള്ളിലാണ് നമ്മള് ഇത് ഇങ്ങനെ കല്ലൊക്കെ വിരിച്ച് ഇങ്ങനെ ഭംഗിയൊക്കെ ആക്കി അങ്ങനെയൊക്കെ ആയിരിക്കും. എന്തായാലും ട്യൂബ് ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മുടെ ടണല് കുറച്ച് നേരം ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ടണലിൽ കിടന്ന് ബോർഡ് കണ്ടില്ല, ന്യൂ ജേഴ്സി സിറ്റി. അപ്പൊ നമ്മള് ന്യൂയോർക്കിൽ നിന്ന് ന്യൂ ജേഴ്സിയിലേക്ക് കിടന്നു. ഇവിടെ സൈഡിലൊരു പെട്രോൾ പമ്പ് ഉണ്ട്. കണ്ട് ഞങ്ങൾ ന്യൂ ജേഴ്സിയിലായിരുന്നു. അപ്പോൾ പോൾസേട്ടൻ ഇന്ന് ഇവിടുന്ന് ഡ്രൈവ് ചെയ്താണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പോൾസേട്ടൻ എന്ന് പറയും ടണൽ, കാരണം മിക്ക ദിവസം വരുമ്പോൾ ഭയങ്കര ട്രാഫിക് ആയിരിക്കും. അപ്പോൾ ടണൽ കടന്നു കഴിയുമ്പോൾ തന്നെ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇതുണ്ട്. ഇതാണോ പോൾസേട്ടൻ എന്നും കയറണത്? ഈ സൈഡിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ഇവിടെ മിക്കപ്പോഴും കയറും എന്ന് പറയാറുണ്ടായിരുന്നു പോൾസേട്ടൻ. ഈ സൈഡിൽ തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ചിലപ്പോൾ വൈകിട്ട് വരുമ്പോൾ നല്ല ട്രാഫിക് ഉണ്ടാവും അല്ലേ? ഞങ്ങൾ ആദ്യം ന്യൂ ജേഴ്സി താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ പോൾസേട്ടൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സെയിം കമ്പനിയിൽ തന്നെയായിരുന്നു അന്ന്. പക്ഷേ കണ്ടമാനം ഡ്രൈവ് ചെയ്ത പോൾസേട്ടൻ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് വീട് വിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇവിടേക്ക് വന്ന് താമസിച്ചത്. ഇതായിരുന്നു പോൾസേട്ടൻ്റെ ഫേവറേറ്റ് പെട്രോൾ പമ്പ്. അതല്ലേ? അതല്ല, ഇതെന്താ ഇവിടെ കാരണം? എന്താ ഇവിടെ കുറേ പെട്രോൾ പമ്പ്? ഇവിടെ ബാത്റൂം ഉണ്ട്. പോൾസേട്ടൻ അവിടെയാണ് കയറിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മളെ വണ്ടിയിൽ അലീനെ പിന്നെ നീനയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നീയുടെ അടുത്തേക്കുള്ള പോണത്. ഇന്നലെ വൈകിട്ടാണ് അവർ വന്നത്. എല്ലാവരും രാവിലെ വെളുപ്പിന് നമ്മൾ 5 മണിക്ക് നമ്മൾ അവിടെ നിന്ന് 5 മണിക്ക് പോരാന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ പൂജയ്ക്ക് തീറ്റ കൊടുക്കൽ, കോഴിക്ക് തീറ്റ കൊടുക്കൽ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5:45 അപ്പം അതുകൊണ്ട് രാവിലെ നേരെ ഇതുകൊണ്ട് എല്ലാവരും ടയേർഡായിട്ടായിരിക്കണത്. അപ്പം നമ്മൾ ഇവിടെ 15 തൊട്ടാ പോൾസെട്ടാ സ്പീഡ്. അപ്പോൾ നമ്മൾ നീയുടെ വീടിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഒരു 15-20 മിനിറ്റിൻ്റെ അടുത്തുള്ളൂ. ഇവിടെ സ്പീഡൊക്കെ വളരെ കുറവാട്ടാ. ഇവിടെ ശരിക്കും 15 മൈൽ സ്പീഡിലാണ് പോകാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ ഭയങ്കര പതുക്കെ പോകുന്നത്. അല്ലെങ്കിൽ ടിക്കറ്റ് വീട്ടിൽ വരും. നമ്മുടെ നീക്ക് ഇടയ്ക്കിടയ്ക്കാണ് ടിക്കറ്റ് വരാറുണ്ട്. കാരണം നടന്ന് പോണ പോലെ ആയിരിക്കണം വണ്ടി ഓടിക്കണം. ഒരു ഇച്ചിരി അങ്ങനെ സ്പീഡ് കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ടിക്കറ്റ് വരും. നമുക്ക് അവിടേക്ക് ന്യൂയോർക്കിലൊക്കെ 45-50 നമുക്ക് പോകാം. പക്ഷെ ഇവിടെ 15. ഇവിടെ നല്ല രസമുള്ള വീടുകളുണ്ട് കേട്ടോ. ഈ വീടുകൾ നോക്കിക്കേ. കുറേ വീടുകൾ ഞങ്ങൾ വരുന്ന വഴി ഇങ്ങനെ കണ്ടിരുന്നു. ഒരു പഴയ ലുക്കൊക്കെ ആയിട്ട് നല്ല രസമുണ്ടല്ലേ. ഫുള്ള് കല്ലൊക്കെ പതിപ്പിച്ചിട്ട് ഇഷ്ടി പതിപ്പിച്ച വീട്. ഇതും അതേപോലെ തന്നെ കല്ല് പതിപ്പിച്ചേക്കുന്ന ഒരു വീട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഓടാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്കാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ജോലിക്ക് പോണവരായിരിക്കുമല്ലോ. എല്ലാവരും ജോലിക്ക് പോണവരായിരിക്കും. പിന്നെ ഇന്ന് സാറ്റർഡേ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും രാവിലെ ജോഗിങ്ങിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. This could be a politician's house. അങ്ങനെ എനിക്ക് മനസ്സിലായി. Everything that they're doing. ഒരു ചർച്ചുണ്ട്. ഈ ചർച്ചിലാണ് നമ്മൾ വന്നത്. അല്ല
ഡ്രസ് ഉണ്ട് ഇവിടെ ഈ ചർച്ച് കാണാൻ വേണ്ടിയിട്ട്. I want to be that little girl. No, this is just her house. പാർക്കിംഗ് നോക്കാം. ഞാൻ ഫ്രണ്ടിലേക്ക് പോട്ടെ കുറച്ച്. I stole this from my hostel in Thailand. അപ്പോൾ ഇതായിട്ട് നമ്മുടെ നീയുടെ വീട്. ഇത് നീയുടെ മുല്ലപ്പൂടുത്ത് കാണിച്ച്. നീയുടെ മുല്ലപ്പൂ വിരിഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് വിരിഞ്ഞതായി പൂ? ആദ്യമായിട്ട് വരുന്നതാണ്. ആദ്യമായിട്ട് വിരിഞ്ഞ പൂവാണ്. പിന്നെ എന്താ വേറെ കുറച്ച് ചെടികൾ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. കുറേ ചെടികളുണ്ട്. നീക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ. ബാൽക്കണിയിൽ കുറെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാരും എലിയെല്ലാം പിടിച്ച് തിന്നു. അയ്യാ ഇവിടെ മണി പ്ലാന്റ് ഇരിക്കുന്നുണ്ട്. ഇവിടെ താഴെ താഴെ ഉണ്ട്. പിന്നെ ഇവിടെ ബാൽക്കണിയിൽ കുറെ ചെടികളുണ്ട് കേട്ടോ നീക്ക്. ഇവിടെ ആയിരുന്നു നമ്മുടെ ആസ്പിൻ പറഞ്ഞിട്ട് തന്നിരുന്നല്ലേ. ഇവിടെ കിടന്നത്. ആസ്പിന് എവിടെയായിരുന്നു ഈ റൂമിൽ കിടന്നത്. ചെല്ലക്കൂടെ നോക്കിയായിരുന്നു പുറത്തേക്ക്. അതെ അതെ, നല്ല വ്യൂ ഉണ്ടോ? ഈ ലൈറ്റിന് നല്ല ഡ്രസ് ഉണ്ടല്ലോ. എൻ്റെ ബൾബ് ഉണ്ടോ? ഓ ഇതാ മറ്റേ സാധനം വാങ്ങിച്ചാൽ മതി. മാല പോലത്തെ സാധനം മുകളിലിട്ടേക്കുന്നത്. ഇതെവിടെ പോയി വാങ്ങിച്ചത്? ഇത് ഒരു ആർട്ട് ഷോയില് മേടിച്ചതാണ്. അത് അതിൻ്റെ കൂടെ ഉള്ളതല്ല അല്ലേ? നോ, സെപ്പറേറ്റ് ആണ്. ഇത് നമ്മുടെ തലയിൽ ഇങ്ങനെ. ഓ ഓ ഓ ഇത് മാലയാണോ? മാലയാണ്. അത് മാലയാണ്. It's what I would wear to the Met Gala if I went to the Met Gala. ഇതിന്റെ മുകളിൽ കൂടെ ഇട്ടോ? No. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ശരി നല്ല രസമുണ്ട്. ശരി നല്ല രസമുണ്ട്. അതുകൊണ്ട് കയ്യിൽ പിടിച്ചോ, നമുക്ക് പുറത്തേക്ക് പറഞ്ഞ ഫോട്ടോ എടുക്കാം. ആ ലൈറ്റിൻ്റെ കൂടെ എടുക്കണേ. ആ ഡ്രസ്സിനോട് നല്ല ചേരണുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ നിയയുടെ റൂം. പെയിന്റിന്റെ കളർ നല്ല ഡ്രസ് ഉണ്ടല്ലോ. അയ്യോ എനിക്ക് ഇഷ്ടമായി കളർ. നല്ല ഭംഗിയുണ്ട്. ഇവിടെ ബോക്സിങ്ങിന്റെ സാധനമാണിത്. ഇത് കൈ വെച്ചിട്ട് ഇടിക്കോ? മേടിച്ച് പിടിക്കാൻ പറ്റില്ല. നിൽക്കട്ടെ, പിടിക്കാൻ പറ്റില്ല. നിൽക്കട്ടെ. I made food, that's why. I made cheese and crackers. Oh. That makes no sense. I have a whole dining table. I hate the piping. Okay, I'll do that. You guys wait here for 5 minutes. I'll be there in like 5 minutes. Okay, bye. ഇതാട്ടാ നീയുടെ ചെടികൾ. നീക്ക് ആദ്യം കുറേ ചെടികളുണ്ടായിരുന്നുണ്ട്. ഭയങ്കര ക്രൈസാണ് നീക്ക് ചെടികളൊക്കെ. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ, അതേ ഉള്ളൂ. ഇവിടെ ബാൽക്കണിയിലാണ് വെക്കുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് കേട്ടോ. ഒരു ദിവസം വന്നിട്ട് ജസ്റ്റ് നമ്മൾ കയറി പോയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന്. ഇവിടെ കണ്ടമാനം എലികളുണ്ട് അത്ര. അപ്പോൾ നീയുടെ ചെടികളെല്ലാവരും എലികൾ വന്നിട്ട് മാന്തി കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ അവസാനം അവൾ അവസാനിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. കാരണം കുറേ അവൾ വാങ്ങിച്ചു വയ്ക്കും. എല്ലാവരും എലികളും മാന്തി 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 കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട് ഈ ചെടികളൊക്കെ. അതേ നമ്മുടെ നീനതേ അവളുടെ കിച്ചണിലുണ്ട് കേട്ടോ. ഇതാണ് അവളുടെ വീട്. അവിടെ നീയ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പപ്പായ ഉണ്ട്, പിന്നെ എന്താ ചീസും, പിന്നെ അലീനയും പിന്നെ പോൾസേനും അവിടെ വണ്ടിയിലാണ്. നീ അവരെടുക്കാൻ വേണ്ടി പോയില്ല. ഞങ്ങൾക്ക് പാർക്കിങ് കുറച്ച് അകലെ കിട്ടിയത്. അപ്പോൾ അവർ വരണില്ല എന്ന് പറഞ്ഞിട്ട് നീയ അവരുടെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞിട്ട് അവരെ തന്നെ നീയുടെ വണ്ടി കൊണ്ട് പോയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കാം. നീന അവിടെ നിന്നിട്ട് എന്തോ കിച്ചണിൽ നിന്നിട്ട് എന്തോ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നീയുടെ ചെടികൾ കാണാനായിരുന്നു എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നത്. ഇതെന്തൊക്കെയാണ് ചെടികളൊക്കെയാണ്. അവ എന്താണ് കുഞ്ഞു കുഞ്ഞു ചട്ടികളാന്ന് നോക്കിക്കേ. കഴിഞ്ഞ വർഷം കണ്ടമാനം ചെടികളായിരുന്നു എന്ന് പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്. എവിടെ ചെടികൾ കണ്ടായിരുന്നു ആള് വാങ്ങിയായിരുന്നു. തക്കാളി ഒന്ന് പുറത്ത് വെച്ചിട്ട് ശരിയാവാണ്ടായിട്ട് അവസാനം എടുത്ത് അകത്തേക്ക് കയറ്റിയത്. കാരണം എന്നും വന്നിട്ട് ഈ എലികൾ വന്നിട്ട് മാന്താണ് അത്ര. അതെ ഇവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ കുറേ ചെടികൾ. ഈ സൈഡിലുണ്ട്. എല്ലാവരും വാടി തുടങ്ങിയേക്കാണ്ട്.
ഇവിടെയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ മുല്ല. നമ്മുടെ വീട്ടിലൊരു വലിയ മുല്ല ഉണ്ടായിരുന്നില്ലേ, അത് നീ അവിടെ നിന്ന് ഞങ്ങൾ നാട്ടിൽ പോകുന്ന സമയത്ത് പറിച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ പുറത്ത് നമ്മുടെ ടേബിളിൻ്റെ അവിടെ വെച്ചിരുന്നു. പക്ഷെ അവൾ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഞങ്ങൾ വന്നപ്പോഴേക്കും അതാകെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ വീട്ടിലുണ്ട് ഈ ചെടി. അപ്പോൾ നമ്മുടെ ആസ്പിൻകുട്ടൻ വന്നിട്ട് കുറച്ച് ദിവസം ഇവിടെ ആയിരുന്നു. ആസ്പിനെ പക്ഷേ ഇവിടെ അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. കാരണം ഇവന് പുറത്തേക്കൊന്നും അത്രയ്ക്ക് ഞാൻ പോകാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. ഇവിടെ കുറച്ച് തിരക്ക് കൂടിയ സ്ഥലമാണല്ലോ. ഓ, നീന വെള്ളം നിറച്ചുകൊണ്ടിരിക്കാന്ന് തോന്നുന്നു അല്ലേ? നീന അവിടെ നിന്ന് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ നീനയ്ക്ക് നീക്ക് വന്നപ്പോൾ കൊണ്ടുവന്ന മുട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ അച്ചിങ്ങപ്പയർ ഞാൻ ഒലത്തിയിട്ട് ഫ്രീസ് ചെയ്തിട്ട് സിപ്പ് ലോക്കിൻ്റെ കവറിലാക്കിയിട്ട് കൊണ്ടുവന്നേക്കുന്നത്. നീന അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. നീയ സ്പൈസസ് സാധനങ്ങളൊക്കെ വെച്ച് നോക്കി. ഫിൽറ്റർ കോഫി ഉണ്ടാക്കുന്നിട്ട് അതൊരു ദിവസം അവളോട് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നിട്ട് എനിക്ക് ഇതിനകത്ത് വെച്ച് അവൾ ഫിൽറ്റർ കോഫി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാക്കിയിട്ട് കുടിക്കുമ്പോൾ. എവിടെ നോക്കിയാലും ചെടികളാട്ടോ. അത് അവിടെ ഒരു ചെടി തൂക്കിയിട്ടിട്ടുണ്ട്. Yeah, it is. It's shallot and chives. എന്ത് ചീസാന്ന് പറഞ്ഞാൽ? Shallot and chives. It's this one. I love this. നല്ല ചീസാ? കഴിച്ചു നോക്ക്. കുടുംബം കഴിക്കാം. ഇപ്പൊ നിനക്ക് വിശക്കണില്ലാന്ന് തോന്നാറുള്ളൂ. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോ ചോറും കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നീയുടെ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ ആർക്കും ചോറ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നീ ഇവിടെ ഓൾറെഡി കുറച്ച് സാധനം നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ സ്നാക്കൊക്കെ എല്ലാവർക്കും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കണ്ടു കഴിഞ്ഞപ്പോ ആർക്കും ഇപ്പൊ ചോറ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ നീയുടെ വീട്. നമ്മുടെ ആസ്മിൻകുട്ടൻ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ? ഇഷ്ടമായിരുന്നു അവന്? പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒട്ടും കരച്ചിട്ടുണ്ട്. എങ്ങനെയാ പോണത്? ഇവിടെ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആസ്പിന് പുറത്തേക്ക് പോകാനെ കുറച്ച് പേര്. എന്തൊരു സാധനം? മുളക്? ശരിക്കും മുളക്? ഓ, ഉണ്ടായോ മുളക്? അതാണ് നീയുടെ മുളക്. ഇത് വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോവാം. എടുത്തോ. അപ്പൊ നീ എനിക്ക് ഓക്കെ. അപ്പൊ എനിക്ക് നീയുടെ അടുത്തുനിന്ന് എനിക്കൊരു മുളക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് മുളകും കൊണ്ട് നമ്മൾ പോകണം. പിന്നെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ എനിക്ക് തരാനുണ്ടോ? ഇത് തരാനുണ്ടോ? വേണ്ട. നമുക്ക് ചെടികളകത്ത് ഇത് ഇഷ്ടമില്ലല്ലോ. പക്ഷെ ആ മുളക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊക്കെ നീ പുതിയത് ഇത് വാങ്ങിച്ചു വെച്ചപ്പോ ചെറുതായിരുന്നാ? പണ്ട് എനിക്ക് ഒരാൾ കിട്ടിയതാണ്. ഇതെന്റെ മുറിയിലിരിക്കുന്നത്. ഭയങ്കര വലിയ വിലയുള്ള ചെടിയൊക്കെ എന്റെ അടുത്ത് പറയണ്ടായിരുന്നല്ലോ. അല്ല, നമ്മുടെ നാട്ടിൽ ഈ സാധനത്തിന് തീരെ വിലയില്ല. അവർക്ക് എന്റെ അടുത്ത് പറയായിരുന്നു, മമ്മി നല്ല വില കൊടുത്ത് ഞാൻ വാങ്ങിച്ചത്. ഞാൻ പറയുന്നു നമ്മുടെ നാട്ടിലൊക്കെ തെങ്ങിന്റെ മുകളിൽ എല്ലാത്തിന്റെ മുകളിൽ പിടച്ചു കയറുന്ന സാധനം എന്ന് പറയുന്നത്. പിന്നെ ബാൽക്കണിയിൽ കുറെ സാധനങ്ങളുണ്ടല്ലോ. ബാൽക്കണിയിൽ കുറെ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞിട്ട് വേപ്പൊക്കെ ഉണ്ടായിരുന്നു അത്ര. ഓ, പിടിച്ചു കയറാൻ നോക്കാണ്. അതെവിടെന്നാ വേപ്പ് കിട്ടിയേ? സാധനങ്ങൾ ഇവിടെ എന്താ വലിയ മരം? എന്താ മനസ്സിലായി. ഇതിന്റെ ഉള്ളിലൊക്കെ നിറച്ച് ഓട്ടകളുണ്ടെന്നാ നീ പറഞ്ഞത്. ഇതിന്റെ ഉള്ളിലൊക്കെ എലി വന്നിട്ട് മാന്തി കുത്തുന്നു. അതൊക്കെ ആദ്യം നിറച്ചും ചെടികളുണ്ടായിരുന്നല്ലേ? നിറച്ചും ചെടികളായിരുന്നു. പിന്നെ നീ ഈ വർഷം നടല് നിർത്തി. കാരണം നീ ഓഫീസിൽ പോയിട്ട് വന്നു കഴിയുമ്പോൾ ഓരോന്നിനിട്ട് മാന്തി പുറത്തിട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നടല് നിർത്തിയേക്കാണ്. എൻ്റെ ഇത് ഇവിടെയുള്ള സ്ഥലമാട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ ബാക്കാട്ടെ.
ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആസ്പിനോട് എങ്ങനെയാണ് നിൽക്കുക. അതാണ് ആസ്പിനെ ഇഷ്ടമായിരുന്നു നമ്മൾ പറയുന്നത്. പക്ഷെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കരച്ചിലും ബഹളങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. നീയുടെ വണ്ടി നീ അത് ഇവിടെ ഉണ്ട് പാർക്ക് ചെയ്തേക്കുന്നത്. അവിടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാം, പക്ഷെ അവിടെ പാർക്കിങ് കിട്ടാനൊക്കെ ഭയങ്കര പാടാകുന്നത്. ഇവിടെയാണ് ആൾ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നീയുടെ വീട്. നീയുടെ വീട് ഇതിന് മുമ്പ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അന്ന് വീടൊന്നും നമ്മളങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റിങ് വെട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നീ പോൾച്ചാറിന് ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കെറ്റിൽ എന്തിനാ വെച്ചേക്കണേ? ലൈറ്റ് വന്നിട്ട് കെറ്റിൽ വെറുതെ വെള്ളം തിളപ്പിക്കാൻ മാത്രമാണ്. ആഹാ, അമ്മ ഒരു ടൈമറൊക്കെ ഉണ്ടല്ലോ. അത് ടെമ്പറേച്ചർ വായിക്കണ്ട. ഓ ശരിക്കും വർക്കാവോ? ഡ്രസ്സുണ്ട്, അങ്ങനത്തെ കണ്ടിട്ടില്ല. അത് ഇനി 10 ചൂട് വരെ എത്തുന്ന നല്ല കെറ്റിലാണല്ലോ. ബ്ലാക്ക് ഫ്രൈഡേക്ക്. നീ വേറെ കെറ്റിൽ അവിടെ കൊണ്ടുവന്ന ദിവസം അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കണില്ലേ? നീ ഉണ്ടാക്കിയതൊന്നും ഇല്ലേ? ബാക്കിയില്ലേ? ചെമ്മീൻ കറി ഉണ്ട്. അതെവിടെയാ? ഓക്കെ, ഫ്രിഡ്ജിലിരിക്കണേ. ഓക്കെ, അത് മുള കാളങ്കറിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചാൽ നമുക്ക് മുളൻ ആവശ്യമില്ല. നീ ഓണത്തിന് കറികൾ ഉണ്ടാക്കിയ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാക്കിയത് എന്റെ എല്ലാ കറികളും ഒന്നും പറഞ്ഞിട്ട് മനസ്സിലായില്ല. സവോളയും വെളുത്തുള്ളി എല്ലാം മുറിച്ച് വെച്ചേക്കാണ്. ഒന്നും ഉപയോഗിക്കാൻ പറയുന്നില്ല. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്നും ഇടാൻ പറയണില്ല. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഓണത്തിന്റെ കറികളിൽ ഒന്നിലും ഇടില്ല. നീ എന്തിനാ ഇട്ടത്? കാളങ്കറിയല്ല എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. കാളങ്കറി ചെയ്യാൻ പറഞ്ഞില്ല. ഞാന് കായ വേവിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് ഇവിടെ സ്റ്റീമറിൽ ഇട്ടിട്ട് കായ വേവിച്ചു. എന്നിട്ട് ചെയ്തത് മഞ്ഞപ്പൊടി ഇട്ടില്ല. അതാകെ പ്രശ്നമായിരുന്നു. അതൊന്നും എന്റെ കുഴപ്പമായിരുന്നില്ല. ഞാനിപ്പോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കാളങ്കറി. നീ അത് എടുത്ത് കഴിച്ചിട്ട് നീ ടേസ്റ്റ് പറഞ്ഞു. ഞാൻ ചിക്കൻ ടിക്ക കൊണ്ടുവന്നിട്ടുണ്ട്, അത് എടുക്കുന്ന മുഴുവൻ വേണ്ട. മുളക് അതല്ല ഇവിടെ എടുത്തു വെച്ചോളെ. എനിക്ക് കുറെ ഭക്ഷണം എനിക്കൊന്നും വേണ്ട. അവൾക്ക് പരാതി എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സാധനം അവൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അമ്മ ഒരു സാധനം തന്നില്ല കേട്ടോ. ബാക്കി വന്ന് ഇവിടെ വരുമ്പോ എന്ത് സാധനം ഞാൻ പയറൊക്കെ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവര് വരുമ്പോ സത്യം പറഞ്ഞ തിരക്കായിരിക്കും. പിന്നെ എങ്ങനെയും ഞാൻ ഉണ്ടാക്കി കൊടുത്തേക്കണം. എന്നാലും പിന്നെ വെളുപ്പിനെ എഴുന്നേറ്റ് പോരണത്. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ ഉണ്ടാക്കും? ഒക്കെ ഞാൻ നിന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അതന്നെ അവക്കൊന്നും കൊടുക്കണില്ല എന്ന് പറഞ്ഞാൽ പപ്പയും അവർക്ക് മുട്ടയൊക്കെ പാക്ക് ചെയ്ത് മുട്ടയൊക്കെ തന്നേച്ചിട്ടുണ്ട്. ഞങ്ങള് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നീണ്ടിട്ട് ഒരു സാധനം ഇരിക്കുന്നത്. എന്ത് സാധനം? ഇതെന്ത് സാധനം? പിടിച്ച് ഉള്ളി ഇത്ര നീണ്ടിരിക്കണം. ചിലത് അങ്ങനെയാണ്. അത്ര വലുത് നീളത്തിലുള്ള. Sometimes people are born special. ഫാമസ് മാർക്കറ്റിംഗ്. അപ്പൊ ശരിക്കും ഷാലറ്റായിട്ട് വാങ്ങിച്ചത് നീളത്തിലുള്ളത്? ആ ടൈപ്പ് അത്? അതെ. ഞാൻ കണ്ടിട്ടില്ല. ചായ വെള്ളം തറച്ചു കൊണ്ടു നോക്കൂ. വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ ഉണ്ടാക്കിയതാ? വേറെ ഒന്നും ചേർത്തുണ്ടായി? അത് ഇഞ്ചി അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി വെച്ചാ ചിലപ്പോ അത് തുറക്കുമ്പോ ചിലപ്പോ നോക്കി തുറക്കുമ്പോഴത്തേക്ക് തുറക്കും. അതെ, നീയ നമ്മുടെ വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് റെഡി ആക്കിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ചേച്ചിമാരെ വന്നിട്ട് ഫ്രിഡ്ജിന്റെ ഉള്ളിലൊക്കെ തപ്പണുണ്ട്. എങ്ങനെയുണ്ട് അലീന ജ്യൂസ്? അലീനൊക്കെ ഉറക്കത്തിന് എഴുന്നേറ്റിട്ട് വന്നേക്കുണ്ടോ. കളറ് നല്ല രസമുണ്ട്. It wasn't sweet before it became unsweet. Like it tastes good still. Almost like whatever you put it in. I don't know if you can I think it's really been stored. എന്നാ മോള് സ്റ്റോർ ചെയ്ത് വെച്ചേ? Yesterday. ഞാൻ അമ്മ കുടിച്ചോട്ടെ. അത്രയ്ക്കധികം മധുരം ആവശ്യമില്ല. നല്ല കറക്റ്റ് ആണ്. അയ്യപ്പ ചായ കുടിക്കാല്ലേ? അലീന കന്നും നൂർന്ന് കടന്നൊക്കെ നോക്കുന്നുണ്ട്. കിട്ടിയ വലുതും
അയ്യോ ചായപ്പൊടി മോളട്ടെ. കുറച്ചുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഇനി ഉണ്ടാ ചായപ്പൊടി? ഏത് ചായപ്പൊടി ഉപയോഗിക്കണേ? ഈ സാധനം നീ അന്ന് എനിക്ക് ഫിൽറ്റർ കോഫി ഉണ്ടാക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. No, that's a mocha pot. എന്തിന്റെ Mocha pot. മോക്കപ്പയാന്ന് ഒരു സാധനം? അത് വേറെ കോഫി സ്റ്റൈലാണ്. You call up Kardashian and be like, ഞാൻ വിചാരിച്ചു hey, what do you want me to cook for you today? Like the New York ഇതെങ്ങനെ ഉണ്ടാവണേ അങ്ങനത്തെ കോഫി? അത് തിളപ്പിക്കോ? ചൂടാക്കുന്നു? അടുപ്പത്ത് വെക്കാം. വെച്ചേക്ക്. ഓ ഇറ്റലിയിൽ ഉപയോഗിക്കുന്നതാ. ഏത് കണ്ടില്ല? ഇറ്റലിയിൽ ഉപയോഗിക്കുന്നതാ. ഇറ്റലിയില്. ഓ എന്നിട്ട് പേര് മോക്കപ്പ്. മോക്ക MOKA. ഓ മോക്ക. Are you gonna make me one? ഇതിൻ്റെ ഉള്ളിൽ കാപ്പിപ്പൊടി ഇടും. അതിന്റെ അടിയിൽ ഒരു തട്ട് പോലെയാണത്. ഓക്കെ തുറക്കണ്ടതാ. ഇതിന്റെ ഉള്ളിൽ വെള്ളം നിറയ്ക്കും. ഇതിന്റെ ഉള്ളിലേക്കും അതിന്റെ വെള്ളം ആവി മുകളിലേക്ക് ചായയുടെ ഉള്ളിലേക്ക് പോവും. പിന്നെ അവസാനം ആവുമ്പോ ഈ ഇതിന്റെ ഉള്ളിലേക്ക് വരും. നീ ഇതേപോലെ തന്നെ ഒരു സാധനം അവിടെ കൊണ്ടുവന്നിട്ട് കോഫി ഉണ്ടാക്കി തന്നിട്ടുണ്ടായില്ല ഫിൽറ്റർ കോഫി. അതും ഏതാണ്ട് ഈ സെയിം mechanism ആണ് അത്. All the same. How much does that thing cost? I know you want this is you want this one? Well, that one's not aesthetic. എന്നിട്ട് സാധനം Same. സെയിം സാധനം. I want the authentic one. അയ്യാ നല്ല രസമുണ്ട്. അത് ഇവിടെ നിന്ന് വാങ്ങിട്ടോ? Yeah, no, I'm sorry, I'm with you. അതല്ലല്ല മറ്റേത് ഓൾഡ് വണ്ണ ഞാൻ ചോദിച്ചു. Old one. ഇത് കോഫി ഇത് എന്ത് മിൽക്കാ? ഓർഗാനിക് മിൽക്കാ? നീ ഇപ്പൊ മറ്റേ ഫ്രഷ് മിൽക്ക് ഇപ്പൊ കിട്ടണില്ലേ ഇവിടെ? കിട്ടാറുണ്ടോ? മേടിക്കാറില്ല. ഓ നീ എനിക്ക് ഇവിടെ ഫ്രഷ് മിൽക്ക് കിട്ടാറുണ്ട്. ഫ്രഷ് ആയിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് പാസ്ചറൈസ് ചെയ്തിട്ട് വരുന്ന മിൽക്കാണല്ലോ. ഫ്രഷ് ആയിട്ട് മിൽക്ക് ഇടയ്ക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അത് വാങ്ങാറുണ്ട്. അപ്പോൾ അത് ശരിക്കും നമ്മുടെ നാട്ടിലെ പശുവിൻ്റെ പാല് പോലെ. ഇവിടുത്തെ പാല് ആ പാലും തമ്മിൽ ടേസ്റ്റ് നല്ല വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഇതിക്കോടെയാണോ മറ്റേ ഈ ഇത് ആംബുലൻസ് പോണ സൗണ്ട് കേൾക്കാറുണ്ട്? ആഹാ അവിടെ ഇതുണ്ടോ? ഫയർ സ്റ്റേഷൻ ഉണ്ടോ? ഓഹോ ശ്രദ്ധിച്ചില്ല. ചായ പപ്പയ്ക്ക് പിന്നെ എനിക്ക് ഉണ്ടെങ്കിൽ കുറച്ച് മതി. പിന്നെ നീയുടെ ചായ റെഡി ആയിട്ടുണ്ട്. അല്ല എന്നിട്ട് നിന്റെ ഓണത്തിന്റെ കറികൾ ഇത്ര അധികം ബാക്കി വന്നടി? ഞാൻ മാത്രല്ലേ ഉള്ളൂ ഇവിടെ. അതല്ല എന്നിട്ട് നിന്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ചായ കുടിച്ച് നോക്ക്. ടേസ്റ്റ് ഉണ്ടോ നോക്ക് ചായ. ഓക്കെ ചായ എങ്ങനെയുണ്ട് പോസട്ടെ? നീയാണ് ഇലാച്ചിട്ടുണ്ടോ? ഇലാച്ചിട്ടുണ്ടോ? അവള് അടിപൊളിയായിട്ട് ചായ ഉണ്ടാക്കി തന്നു കണ്ടില്ലേ? ഇപ്പൊ എനിക്ക് അവൻ മുളക് തന്നിട്ടുണ്ട്. അത് കൊണ്ടുപോകണം പോസട്ടെ നമുക്ക്. അത് നല്ല രസമുണ്ട്. ചെറിയ മുളകാന്ന് അല്ലേ? അത് നമ്മുടെ കാന്താരി മുളകാന്ന് അല്ലേ? സാധാരണ പച്ചമുളക്. നമുക്ക് പോവാന്നപ്പാ. നമുക്ക് ചോറ് കൊണ്ട് പോവാം. വിശക്കണില്ല. അല്ലല്ല എനിക്ക് ചോറുണ്ട് കുറെ. എന്താ നീയ സാധനങ്ങളൊക്കെ എടുക്കണുണ്ട് കേട്ടോ. ഇതെവിടുന്നത് ഇത്രയ്ക്ക് സാധനങ്ങളൊക്കെ കിട്ടിയേക്കുന്നത്? ഇതെവിടുന്ന നീ? I don't like fake fruit actually. It makes me look larger than I am. Is that brown? Is that brown? അല്ല നീ ഇത് എവിടുന്നത്? പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ലല്ലോ. പാകിസ്ഥാനി ഓർഗാനിക് കോട്ടൺ. ഇവിടുന്ന് വാങ്ങിച്ചാ അമേരിക്കന്ന് വാങ്ങിച്ചാ അല്ലെങ്കിൽ നീ വേറെ? ഓക്കെ ഓക്കെ. Oh no, the cup at the bottom. Oh, we don't do that here. I asked her. What else?
ലിവിക്കുള്ളത് കിട്ടിയില്ലേ? No. I give you, there's other things I can give you. You want sheets? I have South African. ഇത് നീയുടെ നോട്ടുകൾ, ഓരോ കൺട്രിയിലെ നോട്ടുകൾ ചെയ്ത് വയ്ക്കുന്നുണ്ട്. നീയ വേൾഡ് ടൂറിന് പോയിട്ടുണ്ടായിരുന്നു, കുറേ കൺട്രികളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത് എന്തോരം കൺട്രികളിലുണ്ട്. നമ്മുടെ ഇന്ത്യൻ മണി കിടക്കുന്നു 50 രൂപ. 50 ഉണ്ട്. 2-3 50 ഉണ്ട് വേണിയാ. ഇന്ത്യ മാത്രമേ ഉള്ളോ? 250. 250 ഉണ്ട്. ഇന്ത്യയിൽ നിരോധിച്ച നോട്ടുകളൊക്കെ ഉണ്ട്. അതുണ്ടായിരിക്കും. അങ്ങനത്തെ പിങ്ക് കിടക്കണ്ടല്ലോ, അങ്ങനത്തെ ഇന്ത്യയിൽ 2000 ഉണ്ടായിരുന്നു. നിന്റെ കയ്യിൽ പോയിട്ടത് അത് ഇത് ജമൈക്ക. ജമൈക്കല്ലേ? പിന്നെ 20 ഉണ്ട് വേണിയാ. 20 വിയറ്റ്നാമിന്റെ ഉണ്ട്. അതേതാ? അതാണ് വിയറ്റ്നാമിന്റെ $100. ഇതാ, ഇത് ജമൈക്ക. ഇവിടെ വിയറ്റ്നാം, അല്ലാണ്ട് ജമൈക്ക ആണ്. എല്ലാരും ഇങ്ങനെ ഡോളർ സൈനില് ചെല്ലാക്കാര്. ഇവിടെ കോസ്ട്രിക്ക്, ഈ കോസ്ട്രിക്കയിലേക്ക് പോകുന്നുണ്ടല്ലോ, ഞങ്ങള് കോസ്ട്രിക്കയിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മൾ എന്തോ ഒരു സാധനം വഴിയായിരിക്കുന്നു വാങ്ങിച്ചു. പക്ഷെ അതിന്റെ അവർ ചേഞ്ച് തന്നിട്ടുണ്ടല്ലോ, നമുക്ക് പൈസ വളരെ കുറവാണ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നീക്ക് അറിയാവുന്നതുകൊണ്ട് നീ അത് എണ്ണി നോക്കിയില്ലേ? എണ്ണി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് അവര് അതിൽ നിന്ന് അതിന്റെ പകുതി പൈസ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതെങ്കിലും കൺട്രിയിലേക്ക് പോകുമ്പോ അങ്ങനെ അബദ്ധങ്ങൾ ചിലപ്പോൾ നമുക്ക് പറ്റുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മളറിയണ്ടാവില്ല, അവര് ചേഞ്ച് തരും. പക്ഷെ നമുക്ക് എണ്ണ അറിയില്ലല്ലോ. ഇതാണ് വിയറ്റ്നാമിന്റെ. അത് വിയറ്റ്നാമിന്റെ. ബാക്കി വരുന്നതാണ്. ഏതെങ്കിലും കൺട്രിയിൽ പോകുമ്പോ ബാക്കി വരുന്ന പൈസകളെ കൊണ്ടുവന്ന് അതിനകത്ത് ഇടുന്നതാണ്. Is that a world coin jar or ചെയ്ത് വെച്ചിട്ടുണ്ട്. does it have the guava candies in it? No, dice. പൊതുവെ ചായ കുടിക്കാൻ പോവാം നമുക്ക്. ചായ കുടിച്ചാ? എന്ത് സാധനം? Dice game കളിക്കാൻ. The player to ഇത് your നമ്മുടെ right, നാട്ടില് they ഞങ്ങള് do this. പാമ്പ് കോണി കളിച്ചിട്ടുണ്ടായിരുന്നു. അതന്നെ. Yeah. Are you ready? You're on my right, Nia's on my left. നമുക്ക് ഇതല്ലേ? Nobody. ഏത് സാധനം? ഇതാണ് നമ്മുടെ പാമ്പ് കോണിയുടെ സാധനം. Only seen dice for the second time. Okay. Okay, this is for everyone. Laugh as hard as you can. 3, 2, 1, go. വാ പോവാ പോൾസേട്ടാ നമുക്ക്. അല്ല പോൾസേട്ടാ നമ്മളോട് നടന്ന് പോണേ. പുറത്ത് പോട്ടെ. ഡിസിന്ന് പുറത്ത് പോയി നമ്മൾ കേവ് കാണാനാ പോണത് ആദ്യം. അവിടെ കേവ് കാണാൻ പോകണം. പാർക്ക് വല്ലതും ഉണ്ട്. അല്ല നമ്മളിനി എവിടേക്കാ പോണത് നീയാ? നമ്മള് ഇനി നമുക്ക് ഫ്രാൻസിസ്കൻ മോണസ്റ്ററിയിലേക്ക് പോവാം. അതെവിടെ സ്ഥലം? അത് ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മുടെ മറ്റേ ബസിലിക്കയിൽ പോയില്ലേ, അതിന്റെ ഒരു വേറൊരു പാട്ടാണ്. പക്ഷെ അത് മൊത്തം ഗാർഡൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ നടന്നിട്ട് ഉള്ളിൽ കൂടെ പോവാൻ പറ്റും. സ്റ്റേഷൻസ് ഒക്കെ ക്രോസ്. ഓ നീ പറഞ്ഞത് ആ ബസ്സിലേക്ക് പള്ളിയിൽ പോകുമ്പോ നീ അവിടെ പോവാറുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. ആ പള്ളിയോട് ചേർന്നിട്ടുള്ളത് പള്ളി ആ സൈഡല്ലേ? അല്ല, അത് വേറെ, പക്ഷെ അതിന്റെ അടുത്ത് തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ നല്ല വലിയൊരു ബസ്സിലേക്ക് ഉണ്ട്. നമ്മൾ ഇതിനു മുമ്പ് പോയിട്ട് അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാ ഈ പുണ്യാളന്മാരുടെയും പിക്ചറുകൾ പള്ളിയുടെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഡോറുകളൊക്കെ ഭയങ്കര സെക്യൂരിറ്റിയാണ്. നോക്കിയത് വലിയൊരു ഇരുമ്പിട്ട് ഡോറാട്ടോ. വേറെ ഡോറുണ്ട്. ഇതായിട്ട് പുറത്തുനിന്നുള്ള വ്യൂ. അതെ പോൾസേട്ടൻ എവിടെ നിൽക്കുന്നു? I just don't remember. I also been like, it's been like 5 months since I've seen Aspen. Like 5, 6 months. He's on the same place on. But I didn't see him that much that day. Remember I came back and saw that and then I saw him the same. You saw him once because you were on a call with him. Okay. Is it a photo? Oh, it's called. Oh. Yeah, please fix your bangs. വീട്ടിൽ നിന്ന് നമ്മൾ തിരിച്ചു പോവാട്ടെ.
അപ്പോൾ ഇതാണ് നമ്മുടെ നിയയുടെ വീട്. ഈ സൈഡിലാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നത്. നല്ല തിരക്കുണ്ട്. ഈ പള്ളിയിലെ ഈ ബസിലിക്കയിലേക്ക് നമ്മൾ കയറാൻ വേണ്ടിയിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നു. അമേരിക്കയിലെ ഏറ്റവും വലിയ ചർച്ച എന്നാണ് ഇവർ പറയുന്നത്. നമ്മുടെ റോമൻ കാത്തലിക്സിന്റെ ഏറ്റവും വലിയ ചർച്ച എന്നാണ് അവർ പറയുന്നത്. നല്ല ഭംഗിയായിട്ട് ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ സിസ്റ്റേഴ്സൊക്കെ പോകുന്നുണ്ട്. എന്തോ പരിപാടി, എന്തോ ഫംഗ്ഷനൊക്കെ. എന്നാ അതിന് പോവാം. അല്ല പള്ളിയിൽ നമുക്ക് ജസ്റ്റ് കയറിയിട്ട് പോവാം. ഓ ഈ പള്ളിയുടെ ഏതാ ഫ്രണ്ട് എന്ന് പറയാൻ വേണ്ടിട്ട് പറ്റില്ലല്ലോ. ഇതാണ് മറ്റേത് കണ്ടപ്പോ മറ്റേതും ഫ്രണ്ട് പോലെയുണ്ട്. ആ മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കണില്ലേ, അതിന്റെ അടിയിലായിട്ടാണ് നമ്മുടെ വിശുദ്ധന്മാരുടെ എല്ലാനും ഇങ്ങനെ വെച്ചിട്ട് നല്ല പിക്ചർ കൊടുത്തിട്ട് അങ്ങനെയുണ്ട്. അത് നല്ല രസമാണ്. എനിക്കാണ് അതിന്റെ മുകളിലാന്ന് തോന്നുന്നു. അതിന്റെ അങ്ങനത്തെ സ്ഥലത്തായിരുന്നു അത്. ഞാനൊന്ന് പോയിട്ട് ഭയങ്കര വലിയ ചർച്ച. ഇതിന് എത്ര എൻട്രൻസുകളാന്ന് നോക്കിക്കേ പള്ളിക്ക്. ഇവിടെ പാർക്കിംഗ് ഉണ്ട്. നോക്കിട്ട് ചെയ്യും. ഓ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ അത്രയ്ക്ക് വലുപ്പം തോന്നില്ല കേട്ടോ. ചുറ്റോറം നടന്ന് കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവരുടെ പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ ഈ പള്ളിയിൽ.
അപ്പോൾ അങ്ങനെ നമ്മൾ ചർച്ചിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കിടന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറേ ചാപ്പലുകളുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് കാണിച്ചത് കേട്ടോ നമ്മുടെ മെയിനായിട്ടുള്ള ചാപ്പൽ. പിന്നെ കുറേ ഉണ്ട് കാണിക്കാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ ഞാനൊന്നും എടുത്തില്ല. നമ്മുടെ വേളാങ്കണ്ണി മാതാവൊക്കെ അവിടെ ഉണ്ട്, മലയാളത്തിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ നിങ്ങളെന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അതിൻ്റെ ഒരു ശതമാനം മാത്രമേ ഞാൻ പിടിച്ചുള്ളൂ. ഇവിടെ കണ്ടമാനം ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇതിപ്പം ഞങ്ങൾ കയറിയത് ഇതിലേ അല്ല കേട്ടോ. ഈ പള്ളിക്ക് കുറേ എൻട്രൻസുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആ വേളാങ്കണ്ണി മാതാവിൻ്റെ അവിടേക്ക് നമ്മുടെ മലയാളത്തിൽ നമ്മുടെ ഇന്ത്യയിലെ ഒരു അത്യാവശ്യം നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ലാംഗ്വേജുകളുണ്ടല്ലോ, അതിനകത്ത് എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അലീന എവിടെയാണെന്നറിയോ? നീയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതും പള്ളിനോട് ചേർന്നിട്ടുള്ള വേറൊരു ബിൽഡിംഗ് ആട്ടോ. എനിക്ക് തോന്നുന്നു ഇതിനോട് ചേർന്നിട്ട് വേറെ എന്തൊക്കെയോ എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ആ സൈഡിൽ വേറൊരു ബിൽഡിംഗ് നോക്കിക്കേ. അപ്പോൾ നല്ല രസമുണ്ടല്ലോ ഇത് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അപ്പുറത്ത് ചുറ്റും നിറച്ച് ഇതേപോലത്തെ അതെല്ലാം ഈ പള്ളിയുടെ കേട്ടോ. അതായി മരം നോക്കി. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അവിടെ നിൽക്കുന്നുണ്ട്. ഇതുപോലെ തരം നല്ല ഭംഗിയുള്ള പൂവുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുമ്പോൾ പൂ മാറി കഴിഞ്ഞിട്ട് ഇതുമ്പോൾ ഒരു കായുണ്ട്. ആ കായ ഉണ്ടായി കിടക്കുന്നുണ്ട്. പക്ഷെ ഇത് ഭയങ്കര ഒരുപാട് പഴക്കമുള്ള മരം അത്. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി. അവരൊക്കെ പള്ളിയിൽ കഴിഞ്ഞിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്.